ഇത് നമ്മളെ രവിന്റെ വണ്ടിയാണല്ലോ. എല്ലായിടത്തും കഴിഞ്ഞു. എന്താ കുഞ്ഞാലിക്ക വിശേഷം? ഞാനും ഇങ്ങോട്ട് തന്നെ പോകുന്നു. എന്നെ മര്യാദയ്ക്ക് ജീവിപ്പിക്കില്ല എന്ന് ചിലരൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. പറ്റുമോന്ന് അറിയണ്ടേ? അത് നല്ല കാര്യം തന്നെ. ഇതിന്റെ ഉള്ളിൽ എന്താ കളി? നമുക്കും തലചായ്ക്കാൻ ഇടം വേണമല്ലോ. ഫസ്റ്റ് അമ്മായി കോളടിച്ച്. എന്താ നോക്കി പേടിപ്പിക്കുന്നത്? ആരും ഞാനോ? പറയാനുള്ളത് നേരിട്ട് പറയണ ചുണയുണ്ടെങ്കിൽ. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. അത് ശരി, നിങ്ങൾ അത് ഏറ്റു പിടിക്കാൻ നടക്കാം. ഇങ്ങോട്ട് വന്നിട്ട് വല്ലതും തിന്ന് പോകാൻ നോക്കാം. 5 മണിക്ക് മുമ്പ് നിലമ്പൂർ എത്തിയില്ലെങ്കിലേ തനി നാളെ കയറ്റാൻ പറ്റുള്ളൂ. പുതിയ താമസക്കാരുണ്ടല്ലോ മോനെ. നമ്മുടെ രവിയല്ലേ? വിവരം ഉണ്ടോ എനിക്ക്? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വൈരാഗ്യം കൊണ്ട് പറയാന്ന് പറയും. അവൻ കേറിയിടം മുടിച്ചിട്ടേ ഇറങ്ങിയിട്ടുള്ളൂ. അറിയാമോ? ഞാൻ എന്റെ വീടിന്റെ ഒരു മുറി കൊടുത്തതിന് ശ്രീധരൻ എന്താ അത്ര ചൊറിച്ചില്? 2 പെൺകുട്ടികളില്ലേ ഇവിടെ? അവൻ ആരാ മോൻ അറിയോ? എന്റെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രീധരൻ എന്തിനാ വിഷമിക്കണേ? അമ്മായി, അവനെ നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് അവനെ അറിയാം, നിന്നെ അറിയാം. നിങ്ങൾ തമ്മിൽ വല്ല രസക്കേടം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോണം. എന്റെ കുടുംബത്തെ കാര്യം അന്വേഷിക്കാൻ നീ ആരാ? എന്റെ മൂത്ത മോനോ? ഇപ്പോഴെങ്ങനെ കിട്ടാനുള്ള കിട്ടിയല്ലോ. ഇനി സുഖമായിട്ട് ഊണ് കഴിക്കാലോ. എനിക്ക് വേണ്ട. പറയട്ടെ. എടോ, ഇതിന് താൻ അനുഭവിച്ചതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ വിളിച്ചോ? ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ മാതിരിയായി. കിഴക്കുമാനത്തെ നിലാവ് ഉച്ചയിന് പട്ടിക്കെതിരാ മുറുമുറുപ്പ്. ആ കൊച്ചനോട് ഇത്ര കണ്ണുകടി പാടില്ല ഒന്ന് പറഞ്ഞു കൊടുത്തേ. അയ്യോ പാവം, മഹാപാവം. എന്തിനാ ഒരു മുറിയായിട്ട് കൊടുത്തേ? കൂടെ താമസിപ്പിച്ചൂടായിരുന്നു. കുഞ്ഞാലി, വരണ്ട നീ. വയറ് കരിഞ്ഞു മണം തുടങ്ങി. ഇനി എനിക്ക് തിന്നിട്ട് പോവാ ശ്രീരേട്ടാ. വേറെ ഹോട്ടലുണ്ട് ഇവിടെ. അതല്ല, നിനക്ക് ഇവിടുന്ന് തന്നെ ചോറുണ്ടോണമെങ്കിൽ ഉണ്ടിട്ട് ഇവിടെ കിടന്നോ. കൂട്ടിന് ആ നായിനവനും ഉണ്ടാവും. അല്ലോ ചതിക്കല്ലേ. അന്ന് നായിന്റെ മോനും കുഞ്ഞാലും തീരെ ജോയിന്റ് ആവില്ല. അതിന് ഇവനെന്തിനാ വിഷമിക്കണമെന്ന് ഞാൻ ചോദിക്കണേ? ഇവൻ ആരാ? നാട്ടുകാർ മുഴുവൻ രക്ഷകർത്താവും. അസൂയ അത്ര തന്നെ. ഇപ്പൊ ഞാൻ മൂലം ഇവിടെ സീതയ്ക്കോ സുമതിക്കോ ഒരു പേര് ദോഷം ഉണ്ടായെന്ന് വെക്കുക. ഞാൻ മാന്യമായിട്ട് കല്യാണം കഴിക്കും. എന്തേ? ഇവനെ പോലെ വേറൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ രവിക്ക് മനസ്സ് വരില്ല. നീ ഇതൊന്നും കേട്ടതായിട്ട് നടിക്കണം. അവനോട് ഇടപെടാനും പോകണ്ട. നമുക്ക് നമ്മുടെ കാര്യം. അമ്മേ, ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് അങ്ങോട്ട് പറഞ്ഞാലെന്താ? അമ്മ, ഇവക്ക് ഒരു ദിവസം രവിയുടെ വീട്ടിൽ വന്ന് അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കാണണമെന്ന്. അതിനെന്താ, ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. എന്താ? അത് ശരി, കുളിക്കാൻ പോയിരിക്കായിരുന്നല്ലേ? ഞാൻ എവിടൊക്കെ നോക്കി. എന്തിനാ? അല്ല, രാവിലെ എഴുന്നേറ്റ് ഐശ്വര്യമുള്ള ഒരു മോകാണല്ലോ എന്ന് കരുതിട്ടാ. സീതയ്ക്ക് എന്താ എന്നോടൊരു വിഷമം? ഞാൻ സാധാരണ ലോറിക്കാരെ പോലൊന്നുമല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ തമാശ മതി. എനിക്ക് പോണം. ഞാൻ ഉപദ്രവിക്കൊന്നുമില്ല. ഇല്ലായ്മയെന്ന് വന്നവനാ ഞാൻ. ഇപ്പൊ ഈ നിലയിലെത്തിയത് എന്റെ മനസ്സിലെ നന്മ കൊണ്ടാ. സീതയെ കണ്ടത് മുതൽ എന്തോ എന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല, ഒരടുപ്പം. സീതയോട് പലതും എനിക്ക് പറയാനുണ്ട്. വഴി മാറുന്നുണ്ടോ? ദേഷ്യാണല്ലേ? ശരി, പോയിക്കോ. ഇറച്ചിക്കറി ഒന്നുകൊണ്ട് എടുക്കട്ടെ? മോളെ, അമ്മാവിന് ഒരു ഇറച്ചിയും കൂടെ കൊണ്ടു കൊടുക്ക. ഒരു മീൻ വറുത്തും കൂടെ കൊടുക്കണേ. ഞാൻ കാശ് അധികം എടുത്തിട്ടില്ല. എന്തിനാ കാശ്? രവിയുടെ അച്ഛൻ ഇഷ്ടാനുസരണം തരേണ്ടത് ഞങ്ങളുടെ കടമയില്ലയോ? അമ്മയെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? എനിക്ക് അവനൊന്ന് കണ്ടിട്ട് ഉടനെ പോണം. അവൻ വരുമല്ലോ അല്ലേ? വരും. ഉച്ചക്ക് ഇവിടെ വന്നേ ഉണ്ണു. രവി വന്നല്ലോ. അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കും. ഇവിടുത്തെ വെപ്പും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് എവിടെ? നന്നായിട്ടുണ്ടോ? രവി അച്ഛൻ വന്നിട്ടുണ്ട്. എപ്പോ? അച്ഛൻ എന്തിനാ വന്നത്? അച്ഛൻ ഉണ്ണട്ടെ രവി, എന്നിട്ട് മതി വർത്തമാനം. ഒരാളുടെ വെപ്രാളം കണ്ടില്ലേ അമ്മേ? നീ ഓടിയോടുന്നു. ഇച്ചിരി ചോറ്. ചോറിങ്ങനെ ഉണ്ണാതെ ഷുഗർ ഉള്ളതാ. അയ്യോ, അച്ഛൻ ഉണ്ണട്ടെ, സമാധാനമായിട്ട് ഉണ്ണട്ടെ. നീ മുറിയിലോട്ട് പോ, അച്ഛൻ അങ്ങ് വരും. നീ ചോറ് വിളമ്പിക്കൊടു മോളെ. അച്ഛന്റെ നാട്ടിക്കാണോ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളത്? നാറാൻ പോണേ ഞാനാ. കുന്നംകുളത്തുനിന്ന് ആ പെണ്ണിന്റെ അമ്മ വന്നിരുന്നു. കല്യാണം ഉടനെ നടത്തണമെന്ന്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു. ഞാൻ എന്താ പറയണ്ടേ?
ഉടനെ നടത്താനൊന്നും പറ്റില്ല. നമുക്കൊരു സമയം വേണം. ഉടനെ നടത്താന്നും പറഞ്ഞു 30,000 രൂപ മുൻകൂർ വാങ്ങിയതോ? അതൊക്കെ ശരിയാ. ഞാനിപ്പോ വണ്ടി വാങ്ങിയല്ലേ ഉള്ളൂ. ഒരു നിലനിൽപ്പാവട്ടെ. അതുവരെ ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ വാങ്ങി അയച്ച് തിരിച്ചു കൊടുത്തേക്കാം. എവിടുന്ന് കൊടുക്കും? വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ചാ 30,000 രൂപ ഈസി ആയിട്ട് കിട്ടും. അച്ഛനത് ശരിപ്പെടുത്തു. അപ്പൊ ആ കല്യാണം വേണ്ടേ? എന്റെ അച്ഛ, ഇപ്പൊ ഒരു വണ്ടി വാങ്ങിയില്ലേ, ഇനി ഇതിൽ 4 കാശുണ്ടായാ ഇതിനേക്കാൾ നല്ല ബന്ധം നമുക്ക് കിട്ടും. പിന്നെ എന്തിനാ ചീക്കപ്പോർക്ക് വല്ലിരിക്കുന്ന ആ പെണ്ണ്? നീ എന്നെ കണ്ടോരുടെ തല്ല് കൊള്ളിക്കും. അച്ഛൻ വേഗം പോകാൻ നോക്ക്. ഇനി എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ട. മാസാമാസം എത്രയാന്ന് വെച്ചാ ഞാൻ അങ്ങോട്ട് അയച്ചു തന്നേക്കാം. പോരെ? മതി. എന്നാ വേഗം പോകാൻ നോക്ക്. ആ ചായക്കടക്കാരിയോട് ഒരു വാക്ക് പറഞ്ഞിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ചെല്ലേ. അച്ഛനെവിടെ? പോയിട്ട് 100 കാര്യങ്ങളുണ്ടേ. അച്ഛൻ വല്ലതും ചോദിച്ചോ ഞങ്ങളെ പറ്റി? അച്ഛനെ അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. 2-3 പ്രാവശ്യം സുമതിയെ അടിമുട്ടി നോക്കുന്ന ഞാൻ കണ്ടു. ഞാനൊന്ന് സൂചിപ്പിക്കണം എന്ന് വിചാരിച്ചതാ സുമതിയുടെ കാര്യം. അയ്യോ, അതൊക്കെ ഞാൻ അമ്മയെ കൊണ്ട് പറയിച്ചോളാം. അങ്ങനെ ഇരുന്നോട്ടെ. ആള് മഹാശുണ്ടിക്കാരനാ. അച്ഛൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കും തോന്നി. ആരാത്? നിങ്ങൾ എന്ത് വൃത്തിയുടെ കാണിക്കുന്നത്? ഞാൻ ബഹളം വെച്ച ആൾക്കാരെ അറിയിക്കും. അറിയിച്ചു. സീത പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നെന്ന് പറഞ്ഞു. ഈശ്വര, ദേവി ഇതൊന്ന് പോകും. എനിക്ക് സീതയുടെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് പുറത്തു വരും. ആരും അറിയില്ല. എനിക്കൊന്നും കേൾക്കണ്ട. പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സ് പൊട്ടിപ്പോവും. സീത എനിക്ക് അത്ര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ സ്നേഹിച്ചു പോയി. സീതയെ കണ്ടിട്ടാണ് ഞാനിവിടെ താമസിച്ചതാണ്. സീത എന്നെ വരക്കരുത്. ഞാനൊരു പാവാണ്. ദേവി ഇത് ഞാൻ ഇവിടെ എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞു കൂടിക്കോട്ടെ. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ സീതയെ വിവാഹം കഴിക്കാം. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? നാശം. പോകുന്നുണ്ടോ ഇവിടുന്ന്? ഞാൻ പോവില്ല. എന്ത് കഷ്ടാണ് ഈശ്വര. സീതേ, 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 സീതേ. സുമതി എന്തൊരു ഉറക്ക ഇത്? എന്ത് പണിയ രവേട്ട? ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ രാത്രി എന്നെ ഒന്ന് വിളിക്കരുതെന്ന്. രാത്രി ഞാൻ ഇറങ്ങി വരുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. ഓ, അത്ര വലിയ ഗമയാണ് വേണ്ട. ബാറ്ററി വെള്ളമുണ്ടല്ലോ അല്ലടാ? ഉവ്വ്. കൈ കഴുകാൻ ഇത്തിരി വെള്ളം തരുമോ? എന്നെ മണ്ടനാക്കിന്ന് വിചാരിക്കണ്ട. ഒരാശ തോന്നിയാൽ ചെവികൾ നടത്തിയിരിക്കും. പോട്ടെ. ആശാനോ? തരാൻ നോക്കി. ആശാനോ? നീ ഇതെവിടുന്ന് വരുന്നു? ഞാൻ പീച്ചിന്ന് വരുവാ. ആശാനിപ്പോ അസുഖമൊന്നുമില്ലല്ലോ? സുഖല്ലേ? പരമസുഖം. ഡോക്ടറുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അവരെ പാലക്കാട് വീട്ടിൽ കൊണ്ടാക്കാൻ പോയ. ആശാൻ പിന്നെ എന്തിനാ ജോലിക്ക് പോണേ? ചെലവിനുള്ള കാശ് ഞാൻ അയച്ചിരുന്നല്ലോ. കാശല്ലടാ കാര്യം. ഒന്ന് രക്ഷപ്പെടേണ്ട വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. രാധ എന്ത് പറയുന്ന ആശാൻ? എന്ത് പറയാ, ജീവനോടെ ഉണ്ട്. വല്ലതും ചോദിച്ചാൽ ഒരു വാക്ക് മിണ്ടും. ഏത് നേരം മുറിയിൽ വാതിലടുത്തിരിക്കുന്നത് കാണാം. പുറത്തേക്ക് ഇറങ്ങില്ല. അല്ല, പുറത്തേക്ക് ഇറങ്ങാതിരിക്കണം നല്ലത്. നമ്മുടെ നാട്ടിൽ ഇത്രയും പേരത്തെ കഥാകൃത്തുക്കളുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്.
എന്തൊക്കെ കഥകളാ പറഞ്ഞുണ്ടാക്കണം. ഒക്കെ നിന്നെ കൂട്ടിയാ. അതാ ഞാനിപ്പോ അങ്ങോട്ട് വരാത്തെ. വരണ്ട, നീയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കും. ഞാനൊരു കാര്യം പറഞ്ഞാ ആശാൻ സമ്മതിക്കൂ? എന്താ? ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ആശാനെയും രാധയും വിളിച്ച വന്ന് എൻ്റെ കൂടെ താമസിക്കും. എൻ്റെ ഒരു ആശയാണ്. അത് നിനക്കൊരു ഭാരമാവും ശ്രീധര. ആ ഭാരം എനിക്ക് സന്തോഷമല്ലേ ആശാനെ? ഒറ്റപ്പെട്ടെന്നുള്ള തോന്നല് എനിക്കും ഇല്ലാണ്ടാവും. നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി താമസിക്കണമെന്ന് ഞാനും ആലോചിക്കാണ്ടല്ല. നോക്കട്ടെ, ഞാൻ അവളോടും കൂടി ചോദിക്കട്ടെ. കുറച്ചു ദിവസം ഇവിടുന്ന് പോയാൽ തന്നെ മനസ്സിന് കുറച്ച് സുഖം കിട്ടും. ശ്രീധരന്റെ അടുത്താവുമ്പോ അത് നമുക്കൊരു ഉറപ്പാണ്. അന്യൊരുത്തനല്ലല്ലോ. ഞാൻ പറയണ വല്ല നീ കേൾക്കുണ്ടോ? രാധേ, എന്തെങ്കിലും ഒന്ന് പറയേ നീ. ഞാൻ വരില്ല. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനിതിനാ പോണത് സൂഹിക്കാനോ? എല്ലാ സുഖവും സന്തോഷവും എന്റെ മോൾ അച്ഛൻ തന്നൂലോ, അത് മതി, ധാരാളം. നാരായണൻകുട്ടിയെ, നാരായണോ, എന്റെ കട നല്ല ശേലിലാണല്ലോ. എവിടുന്ന് കിട്ടി? എടാ, ആണുങ്ങളെ അറിയും. പ്രശ്നമല്ല, അമ്മായിയും പ്രശ്നമല്ല, ശ്രീധരനും പ്രശ്നമല്ല, കുഞ്ഞാലും പ്രശ്നമല്ല, അമ്മണിയും പ്രശ്നമല്ല. അവസാനം പറഞ്ഞത് പതുക്കെ പറഞ്ഞാ മതി, ഇല്ലെങ്കിലേ മുതുകത്തി ഇടി വീഴും. ആയ അമ്മണിയോ? അവളോട് പോകാൻ പറയണ. ഇത് വലിയ തൊന്തരമായല്ലോ. അമ്മാമ്മ കടയിലിരിക്കണ്ട. ആരാടാ പോവല ഈ പണി ചെയ്തു വിട്ടത്? ആ രവിച്ചേട്ടൻ അരക്കുപ്പി ബ്രാൻഡി വാങ്ങിച്ചു കൊടുത്തതാ. അത് മുഴുവൻ പച്ചവെള്ളം കുടിക്കുന്ന മാതിരി കുടിച്ചു കളഞ്ഞു. രവി, അവൻ നമ്മുടെ ചെക്കൻ. എന്റെ സുമതി അവൻ കൊണ്ടുപോകും. കണ്ണുകടി പാടില്ല, അത് വേണ്ട കേട്ടോ. അമ്മായി ഇല്ലടാ അവിടെ? അമ്മായും സുമതി രവിച്ചേട്ടും കൂടി സെക്കൻഡ് ഷോയ്ക്ക് പോയി. ഓ, അത് പറ. ഇല്ലെങ്കി ഇപ്പൊ കാണാമായിരുന്നു. ഡബ്ല്യൂന്റെ ഗതി. അമ്മ കടയിലൊന്നിരിക്കണ്ട. ഞാൻ മരുന്ന് വേണ. എനിക്ക് ഇന്ന് ഇവിടെ ഒന്ന് ഭരിക്കണം. ഈച്ചനകില്ല, ഈച്ച. ആ ചേച്ചിക്ക് ഉറങ്ങണം. അമ്മ കടയിൽ വന്നിരുന്ന അവർക്ക് പോയി കിടക്കായിരുന്നു. ബാ. അവള് ഉറങ്ങിയില്ലടാ, പോയി കിടക്കാൻ പറയടാ. നാരായണകുട്ടിയെ അവിടെ കാണാം, കിടത്ത്. നീ വിടന്നെ. ആ വിടാ, അമ്മ ബാ. അമ്മാവയ്ക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. വേറെ ഒരു ഉപ്പി കൂടെ ഞാൻ അടിക്കാം. മോള് പോയി സമാധാനമായിട്ട് കിടന്നു. സമാധാനം? എനിക്കെന്ത് സമാധാനം ഇവിടെ? ഞാൻ എന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളാം. അവിടെ ആരുണ്ടായിട്ടാ? ആരും വേണ്ട. ഇവിടെ എല്ലാരും ഉള്ളതിനേക്കാൾ ഭേദം ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയണത്. വിവരക്കേട് പറയുന്നത് കേട്ടോ. അവളെ ഒറ്റയ്ക്ക് വിട്ടാൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവോ? അമ്മായും സുമതിയൊക്കെ ഇപ്പോ സുഖമായിട്ടിന്ന് സിനിമ കാണുന്നുണ്ടാവും. അമ്മാനാണെങ്കിലോ മാരണ ഫിറ്റ്. എന്നെ തൊടരുത്. തൊടില്ല, പക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കണം. ഒച്ച വെച്ച ആരെങ്കിലും അറിഞ്ഞാ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് നാട്ടും. ഈശ്വരാ, ദേവി തന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ആരും ഇല്ലാത്തോളാം. ഞാനുണ്ട്. നിന്നെ കണ്ട അന്ന് മുതൽ ഞാൻ നിന്നെ കൊതിച്ചുപോയി. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നാളെ വേണമെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കും. എന്നിട്ട് നിന്റെ ശരീരത്തെ ഞാൻ തൊടും. സുമതിയെ നിങ്ങൾ വഞ്ചിക്കല്ലേ? ഓ, അതൊരു തമാശ. നിന്നോട് എനിക്ക് അതല്ല. ഞാൻ ആലോചിച്ചിട്ട് പറയാം. അത് വേണം. ആ കളി മനസ്സിരിക്കട്ടെ. ഇനി ഇങ്ങനെ ഒരു സന്ദർഭം എനിക്ക് കിട്ടിയെന്ന് വരില്ല. പറ, സമ്മതമാണ്? എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയണില്ല. അതെന്റെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റം തന്നെയാണ്. നിങ്ങളുടെ പെരുമാറ്റവും സൂത്രപ്പണികളും. ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങളെ പോലെ ഒരാളുടെ കൂടെ കഴിയാൻ എനിക്ക് പറ്റില്ല. ശരി, എന്നാൽ ഇപ്പൊ നമുക്ക് ജീവിച്ചു കളയാം. എന്റെ ദേഹത്ത് തൊട്ട് അതിന്റെ പണ്ടം ഞാൻ കുത്തിച്ചോർത്തു.
വേണ്ടെന്നേ. ശ്രീധരേട്ടാ, വിടാനില്ലേ? ശ്രീധരേട്ടാ, വിടാനില്ല. വേണ്ട. ശ്രീധരേട്ടാ. പറയുന്നത് വേണ്ടെന്ന്. അയ്യോ എന്താ ഇവിടെ എന്താ എന്താ അതിക്രമമായി കാണിക്കണേ? എന്റെ ചെക്കനെ തല്ലി കൊല്ലാറാക്കിയല്ലോ ദൈവമേ. നാണമില്ലല്ലോ തള്ളേ. എവന്റെ ഇന്ന് കാശ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാവം പെണ്ണിനെ കൂട്ടി കൊടുത്തിട്ട് വേണോ? വേണ്ട നിൽക്കുന്നവരണം തടിച്ചു കൊടുത്ത അങ്ങോട്ട് ദേ, പോക്കിരിത്തരം പറയരുത്. നിങ്ങൾക്ക് കാണിക്കാം. എന്താ ശ്രീധരൻ? പറഞ്ഞു കൊടുക്കടി. ഇവിടെ വേടാ. പറഞ്ഞു കൊടുക്കാൻ. ഇയാൾ എന്റെ മുറി കയറി വന്നെന്നെ ഒരു കണക്കിന് ഞാൻ ഇറങ്ങി ഓടി. ശ്രീധരേട്ടൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇയാൾ എന്നെ. അമ്മായി ഒക്കെ നുണയാ. ഞാൻ വെറുതെ. ചേച്ചേ, ഞങ്ങളെ സിനിമ കാണാൻ ഇരുത്തിയിട്ട് ഇടയ്ക്ക് അവിടുന്ന് മുങ്ങിയത് ഇതിനായിരുന്നു അല്ലേടാ? സിനിമ ഇപ്പൊ ഇവിടെ നടന്നേനെ. എന്റെ മോളെ പറഞ്ഞു മയക്കിയിട്ട് നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു അല്ലേടാ പട്ടി? അവന്റെ കാരണത്തിട്ട് രണ്ട് കൊടുക്കുകയുള്ളേ. മേലായി പ്രദേശത്ത് കണ്ടുപോകരുത്. വേഗ സ്ഥലം വിട്ടു. എന്റെ മോളെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? ആ തന്തക്കുലാൻ ഇല്ലായിരുന്നോ ഇവിടെ? അയ്യോ തന്തക്കുലാൻ യോഗ നിദ്രയില. അയ്യോ കിട്ടാ രണ്ട് കൊടുക്കണ്ടത്. പോയി കിടന്നുറങ്ങ ചെല്ലേ. കുഞ്ഞാരേ വാ. ഇതിന് നിന്നോട് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ പെണ്ണായിട്ട് വരും. പെണ്ണ് ഓടാ. വാ. അതൊക്കെ ഒന്ന് വേഗം എടുത്ത് പുറത്തേക്ക് ഇടടാ. അയ്യോ അതൊന്നും നശിപ്പിക്കല്ലേ, ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. നീ നിന്റെ മുതലാളി എന്റെ മുറ്റത്ത് ചവിട്ടിയ കാല് ഞാൻ വെട്ടും. ഇതൊക്കെ ഈ മുറ്റത്തിട്ടാ മതിയോ? ആ പൊട്ടക്കുളത്തിൽ കൊണ്ട് താത്തടാ. അവിടെ കിടന്നോട്ടെ, അവരെടുത്തുകൊണ്ട് പോയിക്കോളും. ദേ, ഒരൊറ്റ ചവിട്ട് വന്നാലുണ്ടല്ലോ നാലായിട്ട് ഒടിക്കും. മിണ്ടരുത് ഇവിടെ. അവന്റെ കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് അനന്തരയുടെ മുറി കയറ്റി വിട്ടിട്ട് അഭിപ്രായം പറയുന്നോ? ദൈവദോഷം പറയരുത് അമ്മ. ഇച്ചിരി കുടിച്ചത് സത്യമാണ്. അവന്റെ നീ കുടിച്ചിട്ടില്ലേ, കാശ് വാങ്ങിയിട്ടില്ലേ, സിനിമയ്ക്ക് പോയിട്ട്. ദേ, എന്തോ കാഴ്ച കാണാനാടാ എല്ലാരും കൂടി നിൽക്കുന്നേ? പോയില്ലടാ അവിടുന്ന്. നോക്കി നിൽക്കാതെ പൂട്ടി താക്കൊളിങ്ങതാ. സുമതി, അയാളുടെ വലയിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ മതി. ഞാൻ ഒരുപാട് മോഹിച്ചു പോയി ചേച്ചി. തലവേദന എടുക്കുന്നു. സിനിമ കഴിയുമ്പോ പുറത്ത് കാത്തു നിൽക്കാനും പറഞ്ഞു പോയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലെ വിചാരിച്ചില്ല. എടി സീതേ, നീ ഇവിടെ ഇരുന്ന് ഇറങ്ങാണ്ട കടയിലേക്ക് ചെല്ലടി. അമ്മയ്ക്കൊന്ന് മര്യാദയ്ക്ക് പറഞ്ഞൂടെ? ഇനി എന്നെ മര്യാദ പഠിപ്പിക്കണം. ഇപ്പൊ പഠിച്ചില്ലേ? അമ്മയല്ലേ അയാൾ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. ഇപ്പൊ അമ്മയ്ക്കായി സകല കുറ്റം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇത് ഏതെങ്കിലും ആസ്പത്രി കൊണ്ട് തുന്നിടിക്കാൻ ഈ 3-4 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയനിപ്പോ. എന്നോട് പറഞ്ഞാ മനസ്സിലാവൂല. എടാ ആശുപത്രി പോയാ പോലീസ് കേസാവും. ആവട്ടേന്ന്, അവന് പോലീസിനെ നല്ല 4 ഇടിയിട്ടാണോ. കേസും കൂട്ടമൊന്നും വേണ്ട. മറ്റേ സംഗതി അവൻ പറഞ്ഞാൽ നമ്മളകത്താകില്ലേ? നീ അടക്കം. ഏത് സംഗതി? തേങ്ങാക്കൊല. വണ്ടി ഇടിച്ചത്. ഓ എന്നാ വേണ്ട. ഓ ഒന്ന് പതുക്കെ കെട്ട്. ഇത് വണ്ടിയിൽ തടിക്ക് കയറ് വരികണ പോലാണല്ലോ നീ കെട്ടണേ. ഇത് വേദനിച്ചോ? ശ്രീധരോ, നിന്നെ കണ്ട് നന്ദി പറയാൻ വേണ്ടി ഇതേ ഒരാള് വന്നിട്ടുണ്ട്. ഇയാളോ? വാ അകത്തേക്കോ. വൈകാതെ അവന്റെ കെണിയിപ്പെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് സുമതിയായിരിക്കുമെന്നാ. ആ സുമതി അവൻ കല്യാണം കഴിക്കുമെന്ന അമ്മണി എന്നോട് പറഞ്ഞത്. ഒരു വണ്ടി മുതലാളി. ഇനി അവൻ സ്വർണം കൊണ്ടൊരു ലോറി ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും എന്റെ മോളെ കൊടുക്കത്തില്ല. കൈക്ക് വേദനയുണ്ടോ? ആ എല്ലാരും ഇത് തന്നെയാ ചോദിക്കണേ. കത്തി കൊണ്ട് മുറിഞ്ഞാ പിന്നെ വേദനിക്കാണ്ടിരിക്കൂ.
കൊറേ മുറിഞ്ഞു. ഏയ് കുറച്ച്, വലിയ കുഴപ്പമില്ല. ഒരാഴ്ചത്തെ ജോലി പോയി, ആ കാശ് തന്നേക്കണം. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ എത്ര ചോദിച്ചാലും തന്നേനെ. എത്ര തന്നാലും തികയില്ല. എന്റെ ജീവിതം തന്നെയാ രക്ഷിച്ചത്, മറക്കില്ല. അവൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടണ്ടായിട്ടല്ല, അല്ലാതെ എന്താ ഒരു നിവൃത്തി? ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാനാണെങ്കിൽ ഒരു പണത്തൂക്കം പൊന്നെങ്കിലും വേണ്ട. എൻ്റെ കയ്യിൽ അതുമില്ല. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ അവളെ കെട്ടാം. ഒന്നും വേണ്ട, പണവും വേണ്ട. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയാം, ഞാനും അത്ര നല്ലവനൊന്നുമല്ല. പക്ഷേ കെട്ടിയ പെണ്ണിനെ അന്തസ്സായിട്ട് പോറ്റാനുള്ള ശേഷിയുണ്ട്, മനസ്സുണ്ട്. ആലോചിക്കും. അല്ല, അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ ഞാനും സഹായിക്കാം. നിങ്ങൾ എന്നെ ഞെട്ടിച്ചല്ലോ ശ്രീരേട്ടാ. പെണ്ണും വേണ്ട പെടക്കോയും വേണ്ടെന്ന് പറഞ്ഞ ആളിപ്പം. ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കണതാ. ഇങ്ങനല്ലാതെ നമുക്ക് പറ്റിയ തെറ്റ് എങ്ങനെ തിരുത്തും? ശരിക്കും തിരുത്താൻ പറ്റില്ല. എന്നാൽ കുറച്ച് അത്രയും സമാധാനം.